സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാരുണ്യത്തെപ്പറ്റി പരാമർശിക്കുന്ന ശ്രദ്ധേയമായ ഒരു ഹദീസുണ്ട്. അൻ ഉസാമത്ത് ബിനി സൈദിൻ റളിയല്ലാഹു അൻഹുമാ, ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുഫിഅ ഇലൈഹി ഇബ്നു ബിൻതിഹി വഹുവ ഫിൽ മൗത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ കുട്ടി മരണപ്പെടുകയും ആ കുട്ടിയുടെ ജനാസ റസൂലുള്ളാഹിന്റെ കരങ്ങളിലേക്ക് വെക്കപ്പെടുകയും ചെയ്തു. ഫഫാലത്ത് ഐന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സമയത്ത് ആ ജനാസ കൈകളിലെത്തിയപ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കണ്ണുകളിൽ നിന്ന് ബാഷ്പകണങ്ങൾ ഉതിർന്നു വീണു, കരഞ്ഞു റസൂലുള്ള. ഫഖാല ലഹു സഅദുൻ മാ ഹാദാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ എന്താണിത്, എന്താണ് അങ്ങ് കരയുന്നത്? ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഹാദിഹി റഹ്മത്തുൻ ജഅലഹ അല്ലാഹു തആല ഫീ ഖുലൂബി ഇബാദിഹി, ഇത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്, അള്ളാഹു അവൻ്റെ അടിമകളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്ന കാരുണ്യമാണ്. കരുണയുള്ള ഹൃദയത്തിൽ നിന്ന് കരുണയുടെ ബാഷ്പകണങ്ങളായ കണ്ണുനീരുകൾ ഉതിർന്നു വീകും. കരുണയുള്ള ഹൃദയത്തിൽ നിന്ന് മാത്രമേ കണ്ണുനീർ വരികയുള്ളൂ. വ ഇന്നമാ യർഹമുല്ലാഹു തആല മിൻ ഇബാദിഹി റുഹമാ, അള്ളാഹു കരുണ കാണിക്കുന്നവർക്ക് പ്രത്യേകം കരുണ ചെയ്യുന്നതാണ്. അവൻ്റെ അടിമകളിൽ നിന്ന് കരുണ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു കരുണ ചെയ്യും. മരിച്ച വീട്ടിൽ ശബ്ദമില്ലാതെ മയ്യത്തിനെ പറ്റി ഓർത്തുകൊണ്ട്, ആ മരിച്ച വ്യക്തിയുടെ വിരാമത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ശബ്ദമില്ലാതെ കരയുന്നത് കുഴപ്പമില്ലെന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അദ്കാറിൽ പറയുന്നുണ്ട്. അട്ടഹസിച്ച് കരയുന്നത് അത് തെറ്റാണ്. അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി നിവേദനം ചെയ്യുന്നൊരു ഹദീസിലുണ്ട്. അൻ അബീ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാല, അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസ്, അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാഇഹത്ത വൽ മുസ്തമിയത്ത, അട്ടഹസിച്ച് കരയുന്ന സ്ത്രീകളെയും അത് ശ്രദ്ധിച്ചിരിക്കുന്നത് കേട്ട് രസിക്കുന്ന സ്ത്രീകളെയും അള്ളാഹിൻ്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. അപ്പോൾ മരിച്ച വീട്ടിൽ മയ്യത്തിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞുകൊണ്ട് അട്ടഹസിച്ച് കരയുന്നത് അത് തെറ്റാണ്, മയ്യത്തിനെ ബുദ്ധിമുട്ടിക്കലാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മാതൃക പിൻപറ്റി ജീവിക്കാൻ നമുക്കേവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.